നമസ്കാരം, തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് സന്തോഷ വാർത്ത. ഫ്രീയായി രജിസ്റ്റർ ചെയ്യാൻ ഇന്ന് തന്നെ വിളിക്കൂ. ഒരു കലാകാരന് നേരെയുമുള്ള അധിക്ഷേപം സഹിക്കാനാവില്ല. വിപിൻ ജോർജിനൊപ്പമുള്ള ഓർമ്മകൾ പങ്കുവച്ച് തിരുവല്ലയുടെ സ്വന്തം റേഡിയോ ജോക്കി RJ സുമേഷ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം, ഞാൻ RJ സുമേഷ്. നമുക്കറിയാം, നമ്മുടെ പ്രിയങ്കരനായ നടനും തിരക്കഥാകൃത്തും മിമിക്രി ആർട്ടിസ്റ്റുമൊക്കെയായ ശ്രീ വിപിൻ ജോർജിന് ഒരു വേദിയിൽ വെച്ച് മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായി. തീർച്ചയായിട്ടും ഒരു കലാകാരനും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കാരണം ഒരുപാട് കഷ്ടപ്പാടുകളിൽ കൂടിയാണ് ഓരോ കലാകാരനും കടന്നു വരുന്നത്. പ്രത്യേകിച്ച് മിമിക്രി ആർട്ടിസ്റ്റുകൾ, അവർക്ക് വഴിവെട്ടി കൊടുക്കാൻ പാരമ്പര്യമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിപിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് രസികരാജ നമ്പർ 1 എന്ന് പറഞ്ഞ് 2007-8 കാലഘട്ടങ്ങളിലൊക്കെ സൂര്യ TV-യിൽ സംപ്രേഷണം ചെയ്ത ഒരു പ്രോഗ്രാമിൽ. അപ്പം ഞാനും ഷിബു ആറന്മുളയുമായിരുന്നു അതിൽ ജോഡികൾ. അപ്പം അതിൽ വിപിൻ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി സ്ക്രിപ്റ്റ്, നല്ല കോമഡി നിറഞ്ഞ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിപിനോട് ചോദിച്ചിരുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ എഴുതി കൊടുക്കുന്നതിന് പകരം പെർഫോം ചെയ്തുകൂടെ ചേട്ടാ, പൈസയൊക്കെ വേണ്ടേ എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷെ ഒരിക്കലും നമ്മൾ ഈ നവോദയ സ്റ്റുഡിയോയുടെ മുകളിലത്തെ ഫ്ലോറിൽ പുൽപ്പാവിരിച്ച് ഞങ്ങളെല്ലാം കിടക്കാം. അന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല വിപിൻ ഇത്രത്തോളം ഉയർന്നു വരുമെന്ന്. പക്ഷേ ആ ഒരു ഡെഡിക്കേഷൻ അന്നത്തെ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തത്, സ്വന്തം ജീവിതത്തിൽ ഒരു സിനിമയാക്കണമെന്ന ആഗ്രഹത്തിൽ അദ്ദേഹം സ്വന്തമായിട്ട് അഭിനയിക്കാൻ വേണ്ടി എഴുതിയൊരു സ്ക്രിപ്റ്റായിരുന്നു അമർ അക്ബർ അന്തോണി. ആ ഒരു സ്ക്രിപ്റ്റിൽ ജയസൂര്യ ചെയ്ത കഥാപാത്രം വിപിന് വേണ്ടി എഴുതിയതായിരുന്നു. പക്ഷേ നാദിർ ഷാ എന്ന് പറയുന്ന ഒരു വലിയ ഡയറക്ടർ അത് ഏറ്റെടുക്കുകയും അത് പിന്നീട് വേറെ ലെവലിലേക്ക് എത്തുകയും അതൊരർത്ഥത്തിൽ വളരെ വലിയ രീതിയിൽ വിപിനെയും വിഷ്ണുവിനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇത്രത്തോളം വലിയ ലക്ഷങ്ങൾ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ആളായി മാറിയിട്ട് പോലും എപ്പോൾ വിളിച്ചാലും ആ ചേട്ടാ എന്ന ബഹുമാനത്തോടെ സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു വ്യക്തിയാണ് വിപിൻ. തീർച്ചയായിട്ടും പല പ്രോഗ്രാമുകളിലേക്ക് ഞാൻ വിളിക്കാറുണ്ട്, റേഡിയോയിലെ ഇൻ്റർവ്യൂകളിലേക്കൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. എപ്പോൾ വിളിച്ചാലും നിറഞ്ഞ ഒരു ചിരിയോടുകൂടി മാത്രമാണ് വിപിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് വിപിനോട് പറയാൻ, അല്ലെങ്കിൽ ഞാൻ വിപിനെ ഇതിന് ശേഷം മെസ്സേജ് അയച്ചിരുന്നു, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. വിപിൻ അതിന് റിപ്ലൈയും തന്നു. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം ചെയ്തുള്ളൂ, വിപിനെ ആക്ഷേപിച്ചവരൊക്കെ 2 തലമുറ കഴിയുമ്പോൾ വിസ്മൃതിയിലാണ്ട് പോകും. പക്ഷേ വിപിൻ, നീ വിഷമിക്കേണ്ട, കാരണം നീ ചരിത്രം രചിച്ചു കഴിഞ്ഞു, എല്ലാവരും നിന്നോടൊപ്പം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം താങ്ക് യു ചേട്ടാ എന്ന് പറഞ്ഞ് എനിക്ക് റിപ്ലൈ തന്നു. അപ്പം എന്താ പറയുക, ഒരിക്കലും ആരെയും, അത് കലാകാരനായിക്കോട്ടെ മറ്റാരും ആയിക്കോട്ടെ, ആരെയും ആക്ഷേപിക്കാനോ ഒന്നും പാടില്ല. എല്ലാവരും മനുഷ്യജീവികളാണെന്ന് കരുതി പെരുമാറുക. വിപിൻ കൂടുതൽ കരുത്താർജിച്ച് ഇനിയും ഒരുപാട് സംഭാവനകൾ മലയാള സിനിമയ്ക്ക് നൽകി മുമ്പോട്ട് പോകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആശംസയും പ്രാർത്ഥനയും ഈ ഒരു സുഹൃത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. താങ്ക് യു. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനി മുതൽ നിങ്ങളുടെ കൺമുന്നിൽ ഇരുന്ന് തന്നെ ട്യൂഷൻ പഠിക്കാം. 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള AK സ്റ്റഡി സെന്ററിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ പഠിക്കാൻ അവസരം. സ്റ്റേറ്റ് സിലബസുകാർക്കും CBSE സിലബസുകാർക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സെൻട്രൽ സ്റ്റേറ്റ് സിലബസുകാർക്ക് സ്പെഷ്യൽ ട്യൂഷൻസ് ഉൾപ്പെടെ ലഭ്യമാണ്. 1-to-1 ക്ലാസ്സസും അവൈലബിൾ ആണ്. മാത്രമല്ല, എക്സാമിന് തൊട്ട് മുമ്പുള്ള എക്സാം ക്രാഷ് കോഴ്സസും ഇവിടെ ലഭ്യമാണ്. വളരെ ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത്. ഹറിയപ്പ്. ബുക്ക് ചെയ്യേണ്ട നമ്പർ 9778088168 85907536444.